നമുക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ പാസ്പോർട്ട് നമുക്ക് സറണ്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ഇന്ത്യൻ പാസ്പോർട്ട് ഇൻ ഒറിജിനൽ, അതുപോലെ തന്നെ കോപ്പി ഓഫ് ഇന്ത്യൻ പാസ്പോർട്ട്, ഫ്രണ്ട് പേജ്, ലാസ്റ്റ് പേജ് ആൻഡ് ഓൾ നോൺ ബ്ലാങ്ക് പേജസ്. ഏതൊക്കെ പേജിൽ സീലുണ്ടോ ആ പേജ് ഫുള്ള് നമ്മൾ കോപ്പി എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫ്, പിന്നെ കോപ്പി ഓഫ് ഫോറിൻ പാസ്പോർട്ട്, കോപ്പി ഓഫ് നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ്. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ, അപ്പോയിൻമെൻറ്റിന് ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു 20 പൗണ്ട് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ അപ്പോയിൻമെൻറ്റ് സക്സസ്ഫുൾ ആവത്തുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതേപോലെ പാസ്പോർട്ട് സേവ അറ്റ് ഇന്ത്യൻ എംബസീസ് ആൻഡ് കൗൺസിലേറ്റ് എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിങ്ങനെയുള്ളൊരു പേജിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ആ പേജ് ഓപ്പൺ ആയിട്ട് വരുമ്പം അതിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്തത് എംബസി കൗൺസിലേറ്റ്, ഞാൻ യുണൈറ്റഡ് കിങ്ഡം ബർമിംഗ്ഹാം എന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഞാനിത് രജിസ്റ്റർ ചെയ്തത്. അതിൽ നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ കൊടുത്തത് രജിസ്റ്റർ ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കുക. അത് കഴിഞ്ഞത് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഇതേപോലെയുള്ള പേജിലേക്കാണ് ഓപ്പൺ ആയി പോകുന്നത്. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ അപ്ലൈ ഫോർ സറണ്ടർ ഇന്ത്യൻ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളെ ലീഡ് ചെയ്യുന്നത് ഇതേപോലെ ഒരു പേജിലേക്കാണ്. അതിൽ ആദ്യം നമ്മൾ പാസ്പോർട്ട് ഡീറ്റെയിൽസിൽ ആദ്യം നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രിട്ടീഷ് പാസ്പോർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ ബ്രിട്ടീഷ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അത് മൊത്തം കൊടുക്കുക. അത് എളുപ്പമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അത്രയും കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ കിട്ടും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീണ്ടും നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നമ്മുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ്, സ്പൗസിൻ്റെ ഡീറ്റെയിൽസ്, അതൊക്കെ അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ്, ഞാൻ UK-ലെ എൻ്റെ അഡ്രസ്സാണ് കൊടുത്തത്. അതുപോലെ എമർജൻസി കോൺടാക്റ്റ്, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ എമർജൻസി കോൺടാക്റ്റാണ് കൊടുത്തത്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ നമ്പറും കിട്ടും. അതുപോലെ താങ്ക് യു എന്ന് പറയുന്നൊരു പേജിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കണം. ഇതും കൊണ്ട് വേണം നമ്മൾ അപ്പോയിൻമെൻറ്റിന് പോകാനായിട്ട്. ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റാണ് എടുക്കേണ്ടത്. അത് ഇതുപോലത്തെ VFS ഗ്ലോബലിൻ്റെ പേജിൽ എൻ്റർ ചെയ്ത് ഷെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇതേപോലെ സെലക്ട് സർവീസിൽ സറണ്ടർ പാസ്പോർട്ട് എന്നുള്ള സർവീസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ലൊക്കേഷൻ, ഞാൻ മാഞ്ചസ്റ്ററാണ് എടുത്തത്. നമുക്ക് എല്ലാ ഉള്ള ലൊക്കേഷനുകളൊക്കെ കാണിക്കും. പിന്നെ നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ആണ് കാണിക്കുന്നത്. ആ ഡേറ്റ് അനുസരിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് കൺഫേം ചെയ്യുക. മെയിനായിട്ട് ഇത്രയും ഡോക്യുമെൻ്റ് കൊണ്ട് വേണം നമ്മൾ അപ്പോയിൻമെൻറ്റിന് പോകാനായിട്ട്, ഇൻക്ലൂഡിങ് ആപ്ലിക്കേഷൻ ലെറ്ററും കൂടെ. അതുപോലെ നമുക്കിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ID കയറി നോക്കിയാൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അതിൻ്റെ പ്രോഗ്രസ്സൊക്കെ. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ അപ്പോയിൻമെൻ്റ് എടുത്ത കൺഫർമേഷൻ ലെറ്ററും കൂടെ വേണ്ടതാണ് പോകുമ്പം.